സനീഷ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ സിനിമ സീക്രട്ട് ഓഫ് കലിംഗ. ഇതൊരു ധ്യാൻ ശ്രീനിവാസൻ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനെ വെച്ച് ചെയ്ത അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്ത ഒരു മൂവി എന്ന് പറയാം. ധ്യാൻ ശ്രീനിവാസനുണ്ട്, പക്ഷേ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സംവിധായകൻ കൂടിയായ സനീഷ് ഉണ്ണികൃഷ്ണനാണ്. എന്തായാലും സിനിമ ഇറങ്ങി. സിനിമ ഒരു ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ഹൊറർ ഫാന്റസി മോഡിലുള്ള ഒരു മൂവിയാണ്. സിനിമ ഇറങ്ങിയതിനു ശേഷം ആദ്യത്തെ ദിവസത്തെ പ്രതികരണങ്ങളിൽ മിക്സഡ് അഭിപ്രായങ്ങൾ വരികയും സിനിമയുടെ സംവിധായകനോട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഭയങ്കര ടെൻഷനാണ്, വല്ലാതെ വിറച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാവുമെന്ന് അറിയില്ല. മാത്രമല്ല, ഇതിന്റെ സംവിധായകനായ സനീഷ് ഉണ്ണികൃഷ്ണൻ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടുത്തെ ടോപ്പ് റിവ്യൂവേഴ്സിനെ എല്ലാവരെയും വിളിച്ച് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണം, അത് നല്ലതായാലും മോശമാണെങ്കിലും പറയണം എന്നാണ് പറഞ്ഞത്. പക്ഷേ നേരെ ഉൾട്ടയടിച്ചു പോയി. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി വ്ളോഗ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. ഉണ്ണി മയത്തിലൊക്കെ നല്ല കുഴപ്പമില്ലാത്ത തരകേട്ടില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്ന് അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ രാത്രി വന്നപ്പോഴത്തേക്കും അശ്വന്ത് ഗോക്ക് സംഹാര താണ്ഡവം ആടുന്നതാണ് കണ്ടത്. കൊല വിളിച്ചു കളഞ്ഞ ആ സിനിമേനെ, ഡയറക്ടറെയും അതേ ധ്യാനെയും മൊത്തത്തിൽ ആടിച്ച് കോണം വരുത്തി നിലംപരിശാക്കി കളഞ്ഞു. ഈ ഒന്നാമത്തെ കാര്യം, ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമയുടെ റിവ്യൂവേഴ്സിന്റെ നല്ല ടോപ്പ് റിവ്യൂവേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഈ പറയുന്ന അശ്വന്ത് ഗോക്ക് ആണെങ്കിൽ അവരുടെ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ സിനിമ കാണാൻ പോകുള്ളൂ. അങ്ങനെ ആ ഒറ്റയടിക്ക് ഒരു കാറ്റ് വീശി അടിച്ച പോലെ അശ്വന്ത് തകർത്ത് തരിപ്പണമാക്കി. എന്നതാണേലും സംവിധായകനും നിർമ്മാതാവും എല്ലാം കൂടെ ഇപ്പൊ കേസിന് പോയേക്കുവാണ്. ആദ്യം ന്യൂസ് ഒന്ന് കാണാം. യൂട്യൂബർ അശ്വന്ത് ഗോക്കിനെതിരെ പരാതിയുമായി നിർമ്മാതാവ് കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയ സീക്രട്ട് ഓഫ് കലിംഗ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ബഷീർ കെ എം ആണ് പരാതിക്ക് പിന്നിൽ. റിലീസ് ദിവസം തന്നെ അശ്വന്ത് ഗോക്ക് റിവ്യൂ വീഡിയോയിലൂടെ തന്റെ സിനിമയിലെ നായിക ഉൾപ്പെടെയുള്ള അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും അപമാനിച്ചു, കഥ മനസ്സിലാകുന്ന രീതിയിൽ റിവ്യൂ നടത്തിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അശ്വന്ത് ഗോക്കിന് എതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും വീഡിയോ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വരന്തപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് പരാതി. നമ്മുടെ സിനിമയെ ബാധിക്കുന്ന റിവ്യൂ ഇട്ട ഇൻഫ്ലുവൻസർ നമ്മുടെ സിനിമയെ വളരെയധികം നമ്മുടെ ഫിനാൻഷ്യലി തകർത്തിരിക്കുകയാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളും അതിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, അതുപോലെ കേരളത്തിൽ ഒട്ടുമുക്ക 700ഓളം മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ, അതിനെല്ലാത്തിനെയും ബാധിക്കുന്ന രീതിയിലാണ് അദ്ദേഹം നമ്മളെ ഹരാസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് റിവ്യൂസിനെ എതിർക്കുന്ന റിവ്യൂസ് എല്ലാം മാറ്റണം, എതിർക്കണം എന്ന് പറയുന്ന ഒരാൾക്കാരല്ല ഞങ്ങൾ. പക്ഷെ ആ റിവ്യൂവിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സിനിമയുടെ ഓൾമോസ്റ്റ് എല്ലാ കഥയും അയാളൊരു സർക്കാസ്റ്റിക് ടോണിൽ കളിയാക്കുന്ന രീതിയിൽ ഫുൾ കഥ അയാൾ അതിൽ ആ ഒരൊറ്റ റിവ്യൂയിലൂടെ അയാൾ പറഞ്ഞുപോയി. പക്ഷെ അതിങ്ങനെ ഒരു റിവ്യൂവിനപ്പുറം മാറി അതൊരു വ്യക്തിഹത്യയിലേക്ക് ആൾ പോകും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങളെപ്പോലവർക്ക് അന്ന് രാത്രി അത്രയും കഷ്ടപ്പെട്ട ഒരു സിനിമ ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചിട്ട് ഇത്രയും ഒരു വ്യക്തി അധിക്ഷേപം കേൾക്കേണ്ടി വന്നപ്പോൾ ഞങ്ങളൊരാളെ കൊന്നിട്ടൊന്നുമില്ല, ഒരു സിനിമ ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അന്ന് സീരിയസ്ലി ഒരു സൂയിസൈഡൽ മൈൻഡ് സെറ്റിക്ക് വരെ ഞാൻ പോയതായിരുന്നു. അതിന്റെ പിന്നാലെയാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അപ്പൊ ഈ ന്യൂസ് എല്ലാം കണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് സംവിധായകന്റെ വേർഷനും ഉണ്ട്, പ്രൊഡ്യൂസറുടെ വേർഷനും ഉണ്ട്, ന്യൂസ് വന്നതെല്ലാം ഉണ്ട്. അപ്പം ഇതുകൊണ്ടൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അശ്വന്ത് ഗോക്കിനെ വിളിക്കുന്നു, എന്താണ് അശ്വന്ത് ഗോക്കിനോട് കാര്യങ്ങൾ തിരക്കുന്നു. ചിലപ്പോൾ ഒന്ന് വിരട്ടുമായിരിക്കും, വിരട്ടിയാ വിരളെന്നായിട്ടോ ഒന്നും അല്ല അശ്വന്ത് എന്നുള്ളത് കണ്ടറിയാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു സിനിമ നല്ല പടമാണെങ്കിൽ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുന്നത്, അശ്വന്ത് ഗോക്ക് മോശം പറഞ്ഞാലും ആ ഒരു സിനിമ കയറി വരും. പിന്നെ മാത്രമല്ല, കണ്ടിറങ്ങിയ ചില ആൾക്കാരുടെ പ്രതികരണം കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇവിടെ കാണിക്കാം. ആദ്യം അതും കൂടെ നമുക്ക് ആദ്യമല്ല അതും കൂടെ ഒന്ന് കാണേക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് കണ്ടിറങ്ങിയ ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്, നല്ല സിനിമയാണെന്ന് പറഞ്ഞ് സാധാരണ പ്രേക്ഷകരെയാണ് കാണുന്നത്. അതായത് ഒരു കുഴപ്പമില്ലാത്ത ഒരു സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകളെയാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷെ അശ്വന്തിനെ പോലെയുള്ള എന്നെ കൂലങ്കഷമായിട്ട് കീറിമുറിച്ച് കാണുന്ന ആളുകൾ സിനിമയെ ചിലപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റേ സർജറി ബ്ലേഡ് കൊണ്ട് അറുത്ത് മുറിക്കുന്ന പോലെ കൊല വിളിച്ചവൻ. അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ സിനിമയുടെ റിവ്യൂ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്. എന്തായാലും സനീഷ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള് വളരെ മനക്കെട്ടി കുറവുള്ള ഒരാളാണ്. അത് ശരിയാണ്. ഏതൊരു മനുഷ്യനാണെങ്കിലും താൻ ജനിപ്പിച്ച തന്റെ കുട്ടി ഈ പറയുന്നത് പോലെ
എന്നാ പറയുന്നത് മോശം, അല്ലെങ്കിൽ തൻ്റെ ഒരു താൻ ഉണ്ടാക്കിയ ഒരു സാധനം മറ്റുള്ളവർ മോശം എന്ന് പറയുമ്പോൾ ചങ്കി തട്ടുന്ന പോലെ ആയി പോകും. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടത്. തനീഷ് ആണെങ്കിലും രാത്രിയിൽ ഒരു ഇത് വന്നു, ലൈവ് വന്നിട്ട് ശേഷം പറഞ്ഞു ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടോ, അങ്ങനെ എങ്ങനെയാ അന്ന് കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരുന്ന ഒറ്റയടിക്ക് അശ്വന്ത് ഗോക്ക് വന്ന് നിരത്തി കൊളവാക്കി കളഞ്ഞത്. എന്താ അല്ലേ, ഒരു സിനിമയൊക്കെ ഇങ്ങനെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സംഹാര രൂപമാടുന്ന ഒരു സ്തംഭമാണ്. ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, അശ്വന്ത് കോക്ക് മോശമാണെന്ന് പറഞ്ഞ ഒരു സിനിമ, അത് ഒരു ബിഗ് സ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമയാണ് ഭീഷ്മപർവം. ആ സിനിമ മോശമാണെന്ന് അശ്വന്ത് പറഞ്ഞപ്പോൾ പക്ഷെ സിനിമ കാണാൻ ആള് കയറി, സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ മമ്മൂട്ടിയാണ്, ഇവിടെ ധ്യാൻ ശ്രീനിവാസനാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ആനയെ ആട് പോലെയാണ്. കാരണം സ്റ്റാർ വാല്യൂവിന്റെ അനുസരിച്ചുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്, അതുകൊണ്ടാണ്. പക്ഷെ ഒരിടത്തരം അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാറിന്റെ ഒരു സിനിമയ്ക്ക് കണ്ടമാനം മോശം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തവിട് പൊടി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എന്താണെങ്കിലും ഈ കുറച്ച് നാളുകളായിട്ട് അശ്വന്ത് ഗോക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഫോക്കസ് മുഴുവൻ പോകുന്നത്. പക്ഷേ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അശ്വന്തിന്റെ റീച്ച് കൂടുന്നു എന്നുള്ള അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ചിലപ്പോൾ കേസിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തെ വിളിക്കുമായിരിക്കും, വിളിച്ചു കാര്യങ്ങൾ ആരായിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊക്കെ ഒരു സിനിമ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാർ എങ്ങനെയുണ്ടാ പടം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സൂപ്പർ പടം, കൊള്ളാം, പോയി കാണാ എന്ന് പറയും. ചിലപ്പോൾ അല്ലെങ്കിൽ പറയും എങ്ങനെയുണ്ടാ, കണ്ടിട്ട് എങ്ങനെയുണ്ട് മറ്റേ പടം, പണ്ടാരം കൊള്ളത്തില്ല, സമയം പോയടാ, എങ്ങനെയല്ല തീർന്നാൽ മതിയാ. ഇതിലൊക്കെ പല രീതി, ഇത് രണ്ട് രീതിയിലുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം. ചിലരും അതുപോലെ അശ്വന്ത് എന്ന് പറയുന്ന വ്യക്തി കണ്ട സിനിമയ്ക്ക് അശ്വന്തിന് തോന്നിയ കാര്യമാണ് അശ്വന്ത് പറഞ്ഞത്. എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു പച്ച, അല്ലെങ്കിൽ ഫുള്ള് റെഡിഷാ പുള്ളി പറഞ്ഞത്, ഒരു ശകലെങ്കിലും പച്ചക്കൊടി കാണിക്കാണ്ടായിരുന്ന പുള്ളി അത് കാണിച്ചേനെ. അത് പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇത് വേറൊരു കാര്യമുണ്ട്, റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കുറേ പേര് റിവ്യൂവിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 പേരുണ്ട്, 10 പേർക്കും 10 അഭിപ്രായമായിരിക്കും. എങ്കിലും ഈ സിനിമയെക്കുറിച്ച് ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോ കാണിച്ചായിരുന്നു. അതായത് ആളുകൾ കുറച്ച് പേര് ഇറങ്ങിയിട്ട് കുഴപ്പമില്ല, കൊള്ളാം എന്നൊക്കെ പറഞ്ഞത്. പിന്നെ വന്ന ഭൂരിഭാഗം റിവ്യൂസും ഒരല്പം സിനിമയ്ക്ക് താഴെ വീഴുന്ന രീതി ടൈപ്പ് ഉള്ളതായിരുന്നു. ആളുകളുടെ ഒരു സംസാരം ഒക്കെ അങ്ങനെയായിരുന്നു. ആ സിനിമയെ പിടിച്ചു നിർത്താനുള്ള രീതിയിൽ ആളുകൾ ആരും അങ്ങനെ കാര്യമായിട്ട്, കുറച്ച് പേര് നല്ലതെന്ന് പറഞ്ഞു. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും സിനിമ കാണുന്നത് ഞാൻ കാണുന്ന പോലെ ആയിരിക്കുകയല്ല എൻ്റെ 10 കൂട്ടുകാർ കാണുന്നത്. ആ 10 പേരും 10 രീതിയിലായിരിക്കും കാണുന്നത്. ചിലപ്പോൾ അതിലൊരു 4-5 പേർക്ക് കിടില്ലെന്ന് പറയും, ഒരു 2-3 പേര് ഓ അത്രയില്ല എങ്കിലും കൊള്ളാമെന്ന് പറയും, ചിലർ പറയും ഓ പോരാ എന്ന് പറയും. ഇങ്ങനെ അഭിപ്രായങ്ങളാണ്, ഇതൊക്കെയാണ് ഓരോ അഭിപ്രായങ്ങൾ. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂവർ ആയതുകൊണ്ട് അശ്വന്തിന്റെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്ന ആളുകളും ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം സിനിമ, അതായത് സനീഷ് ഉണ്ണികൃഷ്ണൻ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഓരോ ഈ പറയുന്ന നമ്മുടെ റിവ്യൂവേഴ്സിനെ വിളിച്ച് സിനിമ കണ്ടിട്ട് പോസിറ്റീവാണ് നെഗറ്റീവ് ആണെന്നും പറഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതനുസരിച്ച് അശ്വന്ത് കയറി കണ്ടം പൂണ്ടം വെട്ടി നെഗറ്റീവ് പറഞ്ഞു. അതാ പറ്റിപ്പോയത്. ഇനിയിപ്പം കേസായി ബുക്കാറായെന്നും പറഞ്ഞ് എനിക്ക് തോന്നുന്നു അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അല്ലെ, ആ സംഭവം തന്നെയാ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ അങ്ങനെ പേടിച്ച് മാളത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നില്ല. കാരണം പുള്ളിയുടെ ഒരു ഇത്രയും നാൾ കണ്ടിരിക്കുന്ന ഒരു രീതിയൊക്കെ വെച്ചിട്ട് പുള്ളി അങ്ങനെ ആരെയും പേടിച്ച് ഓടിച്ചോടുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇനി പുള്ളി സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതികരിച്ച് കാണത്തില്ല. ആകെ ഞാൻ കണ്ടത് മറ്റേ നമ്മുടെ മാധവ് സുരേഷിന്റെ പടം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അതിന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് മോശം പറഞ്ഞതെന്നും പറഞ്ഞ് എന്താ പറയാ കേസും ബുക്കാറും അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞപ്പം അശ്വന്ത് പ്രതികരിച്ചാണ്. അതൊരു 1.5 പ്രതികരണമായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് ഒന്നുകൂടെ റീച്ച് കയറിയതേ ഉള്ളൂ. അതൊക്കെയാണ് സംഭവം. എന്തായാലും ഈ പറയുന്ന അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി, പുള്ളിയുടെ റിവ്യൂവിന് ഭയങ്കര മൂല്യമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി ഒരു റിവ്യൂ കണ്ടിട്ട് കിടുക്കനാന്ന് പറഞ്ഞാൽ പോയി കണ്ടോളൂ ആൾക്കാർ. മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ചിലപ്പോൾ ആ മോശം എന്ന് പറഞ്ഞ സിനിമ ചിലപ്പം വലിയ കുഴപ്പമില്ലാത്ത പടമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ പ്രത്യേകിച്ച് അശ്വന്തിനെ പോലെ അത്ര റീച്ചുള്ള ഒരു മനുഷ്യനും കൂടെ ആയതുകൊണ്ട് പുള്ളിയുടെ റിവ്യൂസ് എല്ലാവരും ഫോളോ ചെയ്യും. അതാണ് കുഴപ്പം. ഇനിയിപ്പോൾ എന്താണ് അടുത്തത് നീക്കം, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇനി ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു സിനിമ മോശം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിയേറ്ററിൽ നിന്ന് പതുക്കെ വാഷ് ഔട്ടായി പോവുകയേ ചെയ്യുള്ളൂ. ഇതിന് സെക്കൻഡ് പാർട്ടിനൊക്കെ ഉള്ള രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ സനീഷ് തന്നെ പറഞ്ഞു എനിക്കറിയില്ല ഇനി ഇതിന്റെ ഭാവി എങ്ങനെയാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടം നന്നായാലേ ഉള്ളൂ സെക്കൻഡ് പടത്തിൽ പ്രൊഡ്യൂസറെ കിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എന്തായാലും സനീഷിന്റെ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ എങ്ങനെയാവും എന്നുള്ളതൊക്കെ ഈ ഒരു സിനിമയുടെ ബാക്കി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇരിക്കും. എന്തായാലും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അശ്വന്തിനെ സംബന്ധിച്ച് അശ്വന്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുമെന്ന് തോന്നുന്നില്ല.
നമുക്ക് എല്ലാവർക്കും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അശ്വന്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഒത്തിരി വിമർശിച്ചിട്ടുള്ളതാണ്. പുള്ളി ചിലപ്പോൾ വ്യക്തികളെ ചിലപ്പോൾ കണ്ടം മുണ്ടം മുറിക്കുന്ന രീതി സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യം വ്യക്തിഹത്യ നടത്തുന്ന ഇഷ്ടമില്ല. അല്ലാതെ പുള്ളി പറയുക പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയട്ടെ. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില നടന്മാരെയൊക്കെ കണ്ടം മുണ്ടം വെട്ടിമുറിച്ച് കളയുന്ന പോലെ പുള്ളി ചെയ്യുന്നതാണ്. എന്തേലും ആട്ടെ, പുള്ളി ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ പേര് ഇത് മാറ്റം വരുത്താനൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. അത് വേറെ കാര്യം.